നമസ്കാരം. പ്രധാന വാർത്തകൾ. മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടം. ആശാവർക്കർമാരുടെ സമരസമിതി നേതാവിനെ അധിക്ഷേപിച്ച് CITU നേതാവ്. മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടമാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ പറഞ്ഞു. സമരത്തിന്റെ പേരിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഇവർ തിരുവനന്തപുരത്ത് കഴിഞ്ഞുകൂടുകയാണ്. ബസ് സ്റ്റാൻഡുകളിൽ പാട്ടക്കുലുക്കി പിരിവ് നടത്തുന്ന പാർട്ടിയാണ് സമരത്തിന് പിന്നിലെന്നും ഹർഷകുമാർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ പത്തനംതിട്ടയിൽ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തിയ സമരത്തിനിടെയായിരുന്നു അധിക്ഷേപ പരാമർശം. പുണ്യം പൂങ്കാവനം പദ്ധതി ഇനി വേണ്ട. ഹൈക്കോടതി ഉത്തരവ്. ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസിന്റെ റിപ്പോർട്ടിന്മേൽ നടുക്കം രേഖപ്പെടുത്തി ഹൈക്കോടതി. ADGP MR അജിത് കുമാറാണ് മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കോടതിയുടെ നിർദ്ദേശമുണ്ട്. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പേരിൽ ഭക്തർ വഞ്ചിക്കപ്പെടരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇലക്ട്രിക് ലൈനിൽ നിന്നും ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീപിടിച്ചു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. തൃശൂർ കൊരട്ടി ചെറുവാളൂരിൽ വൈക്കോൽ കൂന കയറ്റിപ്പോയ വാഹനത്തിനാണ് തീപിടിച്ചത്. ഇട റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്നതിനിടെ ഇലക്ട്രിക് ലൈനിൽ തട്ടി ഷോർട്ട് സർക്യൂട്ടായതാണ് തീപിടുത്തത്തിന് കാരണം. നാട്ടുകാരും ഫയർഫോഴ്സും കൃത്യസമയത്ത് ഇടപെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. ചാലക്കുടിയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. നഗ്നചിത്രം കയ്യിലുണ്ടെന്ന് പറഞ്ഞ ഭീഷണി. പ്രമുഖ റിട്ടയർഡ് കായിക അധ്യാപകൻ ടോമി ചെറിയാൻ അറസ്റ്റിൽ. കായിക താരത്തെയും അമ്മയെയും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനാണ് അറസ്റ്റ്. കായിക താരത്തിന്റെ നഗ്നചിത്രം കയ്യിലുണ്ടെന്നും ഇത് പ്രചരിപ്പിക്കുമെന്നും പറഞ്ഞായിരുന്നു ഭീഷണി. ഇതിന് പിന്നാലെ നൽകിയ പരാതിയിലാണ് ടോമി ചെറിയാനെ കസ്റ്റഡിയിലെടുത്തത്. IT ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ തിരുവമ്പാടി പോലീസാണ് ടോമി ചെറിയാനെ കസ്റ്റഡിയിൽ എടുത്തത്. PV അൻവറിന് തിരിച്ചടി. തൃണമൂൽ സംസ്ഥാന കോർഡിനേറ്റർ അടക്കമുള്ളവർ CPM-ൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിച്ച മിൻഹാജ് ഒടുവിൽ CPM-ൽ ചേർന്നു. അൻവറിന്റെ തൃണമൂൽ BJP-യിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ആരോപിച്ചാണ് മിൻഹാജ് ഇടതുചേരിയിലെത്തിയത്. തൃണമൂലിന്റെ എല്ലാ സ്ഥാനവും രാജിവെച്ചതായും മിൻഹാജ് പ്രഖ്യാപിച്ചു. മിൻഹാജിനെ CPM സംരക്ഷിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച ശേഷമാണ് മിൻഹാജും PV അൻവറിനെ പാലക്കാട് പിന്തുണച്ചവരും പാർട്ടി വിടുന്നത്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ടാണ് മിൻഹാജ് CPM-ൽ ചേരുന്നത്. നേരത്തെ DMK പാലക്കാട് ജില്ലാ പ്രസിഡന്റായിരുന്നു. കൂടുതൽ പ്രവർത്തകരും CPM-ൽ വരുമെന്നും ഇനിയുള്ള കാലം CPM-നൊപ്പം പ്രവർത്തിക്കുമെന്നും തൃണമൂൽ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വിപുലമായ കൺവെൻഷൻ നടത്തുമെന്നും സ്ഥാനമാനങ്ങൾക്കല്ല CPM-ൽ എത്തിയതെന്നും മിൻഹാജ് പറഞ്ഞു.